ഇനി ജാഗ്രത. തിരുവനന്തപുരം കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ദുർമന്ത്രവാദം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം. പ്രതി പ്രജിന്റെ കുടുംബമാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അച്ഛൻ ജോസിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഈ മുറി പരിശോധിച്ചതിൽ നിന്ന് മുടി കണ്ടെടുത്തിരിക്കുന്നു. നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള രൂപങ്ങളൊക്കെ ആ മുറിയിലുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സാധാരണഗതിയിൽ ദുർമന്ത്രവാദത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ, അതായത് ഇയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ ഈ കൊലപാതകം? ശ്രീജ, അത്തരം കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം ഈ പറഞ്ഞ കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു ഈ ചരുവിള ബംഗ്ലാവിൽ ജോസ് എന്ന 70-കാരനെ മകൻ പ്രജിൻ ജോസ് വെട്ടിക്കൊലപ്പെടുത്തിയത്. രാത്രിയായിരുന്നു സംഭവം നടന്നത്. അന്ന് സ്വാഭാവികമായും പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ പോലീസിന് നൽകിയ മൊഴി ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തനിക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാൻ സമ്മതിക്കുന്നില്ല എന്നും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നും പറഞ്ഞായിരുന്നു ഈ യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി കൃത്യത്തിന് ശേഷം കീഴടങ്ങിയത്. അത് തന്നെയായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജോസിന്റെ ഭാര്യ, അല്ലെങ്കിൽ പ്രജിന്റെ അമ്മ നൽകിയ പുറത്തുവിട്ട ചില നിർണായകമായ വിവരങ്ങളാണ് പുറം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ, കാരണം ഈ ബന്ധുക്കൾ പ്രജിന്റെ മുറിയിൽ പരിശോധിച്ചപ്പോഴായിരുന്നു ഇത്തരം ബിംബങ്ങളും ഈ കാണുന്ന അസ്വാഭാവികത തോന്നുന്ന പല സംഭവങ്ങളും ആ മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇത് ഒരു പക്ഷേ ബ്ലാക്ക് മാജിക് പോലുള്ള, അല്ലെങ്കിൽ ദുർമന്ത്രവാദം പോലുള്ള ഏതെങ്കിലും സംഘത്തിൽ ഇവൻ പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക കുടുംബം ഉയർത്തിയിരുന്നു. അത് തന്നെയായിരുന്നു ഇപ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള കാരണം. തുടർന്ന് ഈ ആശങ്ക വെള്ളറട പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ജോസിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് പോലീസ് കാര്യമായ ഒരു ഇടപെടൽ, കാരണം അവിടെ ചടങ്ങുകൾ നടക്കുന്ന സംഭവമായതുകൊണ്ട് കാര്യമായ ഒരു ഇടപെടലിലേക്ക് പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഉദ്യോഗസ്ഥർ എത്തി വീണ്ടും ആ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചെങ്കിലും നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അസ്വാഭാവികമായ ഒന്നും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും, പ്രജിന്റെ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിന്റെ ഭാഗമായി ഉൾപ്പെടെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വരാൻ വിവരങ്ങൾ കുറിച്ച് നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തെ പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഈ കാര്യം അന്വേഷിക്കുമായിരിക്കാം എന്നും നമ്മൾ കരുതുന്നു. എന്തായാലും ഈ പറയുന്ന ഒരു അസ്വാഭാവികത ഈ വീട്ടിലുണ്ടെന്ന്, ഈ ഇത്തരത്തിൽ ക്രൂരമായ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോയതെന്ന് കുടുംബം വെളിപ്പെടുത്തുകയായിരുന്നു. ഈ നിലപാട്ടിൽ തന്നെയാണ് പ്രജിന്റെ ബന്ധുക്കളും, അല്ലെങ്കിൽ ഈ സുഷമ്മമാര്, പ്രജിന്റെ അമ്മയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഇത് ഈ പറയുന്ന എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതിന്റെ ചുരുളഴിച്ച് അത്തരം സംഘങ്ങളെ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, വലിയ ആരോപണങ്ങളാണ് ഈ പ്രജിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ഈ അച്ഛനെ ഉൾപ്പെടെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു, അടുത്തത് തന്നെയായിരിക്കും ഒരുപക്ഷെ കൊല്ലുക എന്ന് അമ്മ പറയുന്നതായൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രജിന്റെ മുറി പരിശോധിക്കുമ്പോൾ അസ്വാഭാവികമായ പലതും കാണുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതാണ് ഇനി അറിയേണ്ടത്. പാതിവില തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. പറവൂരിൽ മാത്രം പണം നഷ്ടമായത് 2200 പേർക്കാണ്. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികളെ വിശ്വസിച്ച് പണം നൽകിയതാണ് ഇതിൽ ഭൂരിഭാഗം പേരും. നഷ്ടമായ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവരുള്ളത്. കൈക്കുഞ്ഞുമായി പ്രതിഷേധത്തിനെത്തിയ ചെറായി സ്വദേശിനി ശ്രവണ അവരുടെ ഒരു പ്രതിനിധിയാണ്. തയ്യൽ പഠിക്കുന്നതിനാണ് ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറിയായ CG മേരിയെ ചെറായി സ്വദേശിനി ശ്രവണ പരിചയപ്പെടുന്നത്. അവിടെ നിന്നുമാണ് പാതിവിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന കാര്യം അറിയുന്നതും. 2 വീലർ വാങ്ങണമെന്ന ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു. ഇതിനു പിന്നിൽ തട്ടിപ്പുണ്ടാകുമെന്ന് ഭർത്താവ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ കൂട്ടുകാരിക്ക് 2 വീലർ ലഭിച്ചതോടെ വിശ്വസിച്ചു. മാല പണയം വെച്ച് 62,000 രൂപ ജനസേവാ സമിതി ട്രസ്റ്റിന് കൈമാറി.
പിന്നീടാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാകുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞും രോഗബാധിതയായ അമ്മയും പണം എന്ന് തിരിച്ചു കെട്ടുമെന്നറിയാതെ നിസ്സഹായരായിരിക്കുകയാണ് ഇരുവരും. 62,000 രൂപ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി കൊടുത്തിട്ട് ഇവർ ഓരോ ഡേറ്റ് പറഞ്ഞ് കാണാതെ വെച്ചു. അപ്പോൾ പക്ഷേ ഇത് 3 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് 6 മാസം കഴിഞ്ഞിട്ടും ഈ പൈസയുടെ കാര്യമില്ലല്ലോ. വിളിക്കുമ്പോൾ ഇവർ പറയും തരാതെ ഇപ്പം അടുത്ത മാസം ടോക്കൺ തരാം, അതാണ് ഇതാണ് ഇനി നിങ്ങളുടെയൊക്കെ എന്ന് പറയും. പിന്നെ കുറേ ദിവസം അങ്ങനെ വിളിച്ച് ഞാൻ ആഴ്ചയിൽ വിളിപ്പിക്കുമായിരുന്നു. വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ മരുമോൾ പറഞ്ഞ പേപ്പറിൽ ഇങ്ങനെ കണ്ടല്ലോ, നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, ഇതാണ് അതൊരു ഇത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പേപ്പറിൽ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഡെയിലി വിളിച്ചിട്ട് പിന്നെ ഇവർ എടുക്കാതെ അതുവരെക്കൊക്കെ എടുക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, എടുത്ത് വർത്താനമൊക്കെ പറയുമായിരുന്നു. പൈസ നമ്മയുള്ള കെട്ടുതാലിയും വേണമെന്ന് വെച്ചാണെങ്കിൽ പൈസ കൊടുത്തു. നമുക്ക് അതിനിടയ്ക്ക് ആസ്പത്രി കേസുകളൊക്കെ വന്ന് കാശിന് ഭയങ്കര ടൈറ്റായി എന്ന് വെച്ചാൽ 2,500 രൂപയുടെ സ്കൂൾ ബാഗ് 1000 രൂപയ്ക്ക് ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. പറവൂരിൽ മാത്രം 2,200 പേരാണ് പണം നൽകിയത്. 535 പരാതികൾ ലഭിച്ചു. ഈ മാസം 14 മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി പരാതിക്കാരുടെ അഭിഭാഷകൻ. മുഴുവൻ പരാതിക്കാരെയും ഒരുമിച്ച് കൂട്ടാന്നുള്ള നമ്മുടെ പ്രധാന ഉദ്ദേശം. 2,200 പേരാണ് പറവൂര് നിയോജകമണ്ഡലത്തിൽ മൊത്തം ഈ ആവശ്യത്തിന് വേണ്ടി പകുതി വിലയ്ക്ക് വാഹനം കിട്ടുന്നുള്ള ആവശ്യത്തിലേക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ സ്റ്റേഷനിൽ ഏകദേശം 675 പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 1,500ഓളം പരാതികൾ സ്റ്റേഷനിലേക്ക് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ഫെബ്രുവരി 14-ാം തീയതിക്ക് മുമ്പ് അനന്തകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മിറ്റിയും ആ ജനസേവാ ട്രസ്റ്റും എല്ലാം ഉൾപ്പെടെയുള്ളവർ അതിനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അന്ന് നടന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് ഇവിടെ ഒരു ഫോറം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോറം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് സിവിൽ ലിറ്റിഗേഷനായിട്ടും അല്ലാണ്ട് അല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളായിട്ട് തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. പറവൂരിൽ ഇനിയും പരാതികൾ ഉയരുമെന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പിൽ കിട്ടിയ പണം സ്വന്തം പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും അനന്തകൃഷ്ണൻ മറിച്ചതായി പോലീസ്. കൊച്ചിയിൽ സോഷ്യൽ ബി എന്ന പേരിലുള്ള സ്വന്തം കമ്പനിയുടെ അക്കൌണ്ടിലേക്കും അനന്തകൃഷ്ണൻ പണം മാറ്റി. മറ്റു ജില്ലകളിലും അനന്തകൃഷ്ണന് ഇതുപോലെ സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നിപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. പാതിവില തട്ടിപ്പിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപയാണ് സോഷ്യൽ ബിയുടെ അക്കൌണ്ടുകളിലൂടെ മറിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊച്ചി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത സോഷ്യൽ ബി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അനന്തകൃഷ്ണന്റെയും രാധാകൃഷ്ണൻ എന്ന ആളുടെയും പേരിലാണ് സ്ഥാപനം രൂപീകരിച്ചത്. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ ബിയുടെ ഓഫീസ് പൂട്ടിയ നിലയിലാണ്. എന്നാൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെയും 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെയും സാമ്പത്തിക അന്വേഷണ വിഭാഗം അന്വേഷണ ചുമതല ഏറ്റെടുക്കേണ്ടതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമെന്ന ധാരണയിൽ ജില്ലകൾ തോറുമുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പല പരാതികളിലും കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഈ തട്ടിപ്പിൽ ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നിലമ്പൂരിൽ ഒരുപാട് പേരിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ട്. ഇതുവരെ 97 പരാതികളാണ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെയാണ് പരാതികളെല്ലാം. പരാതികൾ ഉയർന്നതോടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ബിനോയ് തോട്ടത്തിൽ ഒളിവിൽ പോയി. പോലീസിന് ലഭിച്ച പരാതികൾ പ്രകാരം ഇതുവരേക്കും 38 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനുമെല്ലാം പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവരാണ് പണം മുടക്കിയവരിൽ ഏറെയും. ഇതിൽ അധികവും വീട്ടമ്മമാരാണ്. ബിനോയ് പറഞ്ഞ ആളെ ഞങ്ങള് നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്കല്ല, ഞാൻ ഇവിടെ നാട്ടിലില്ല, നമ്മൾ എല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു. CSR തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെതിരെയും ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് തോട്ടത്തിനെതിരെയുമാണ് നിലമ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP ചെയർമാനായിട്ടുള്ള NGO JSSഉം അനന്തകൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന് ഇവർ നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് JSS ഡയറക്ടർ ഉമ്മർ ഗോയ നിലമ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂരിന് പുറമെ പൊന്നാനി മാറഞ്ചേരിയിലും പരാതികൾ ഉയർത്തുന്നുണ്ട്. മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബക്കറുടെ നേതൃത്വത്തിലുള്ള ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് ആക്ഷേപങ്ങൾ. പകുതി വിലയ്ക്ക് AC, ലാപ്ടോപ്പ്, സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ബക്കർ ചെയർമാനായിട്ടുള്ള ഹരിയാലി ഫൗണ്ടേഷൻ
2 ഘട്ടങ്ങളിലായി നിരവധി പേർക്ക് തയ്യൽ മെഷീനും സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം നൽകിയിരുന്നു. ഇതുകൂടി കണ്ടതോടെ കൂടുതൽ ആളുകൾ പണം നൽകാൻ തയ്യാറായി. 100-ലേറെ പേർക്ക് സാധനങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. 3 കോടിയോളം രൂപയുടെ സാധനങ്ങളാണ് ഇനി മേഖലയിൽ നൽകാനുള്ളത്. അപ്പം പകുതി വിലക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2400 രൂപ ഒക്ടോബർ മാസത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർച്ച് സമയത്ത് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ മെസ്സേജ് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പകുതിയായിട്ടുള്ള മാറഞ്ചേരിയുള്ള ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 22,000 രൂപ, ഞാൻ 44,000 AC ആണ് അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 22,000 രൂപ അടച്ച്. പിന്നീടാണ് ആൾ പറയുന്നത് മാർച്ചിൽ കിട്ടില്ല, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാവും നമുക്ക് ലഭിക്കുക, കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. വാർഡ് മെമ്പർ ഈ അരിയാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡ് മെമ്പർ തന്നെ അദ്ദേഹം ഇതിൻ്റെ 1-2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവിടെ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, അതായത് ഈ അനന്തകൃഷ്ണൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതുകൊണ്ട് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഗൃഹോപകരണങ്ങളോ കിട്ടാനുള്ള കാലതാമസം എടുക്കും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം തന്നെ ഗ്രൂപ്പുകളിലൊന്നും അദ്ദേഹം ഇതൊരു തട്ടിപ്പാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നില്ല. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ 20ഓളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് പരാതികൾ. ഇതിനു പുറമെ ബക്കർ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലായി വെളിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പരാതികളുമായി പോലീസ് സ്റ്റേഷനിലെത്തുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ ഹോട്ടൽ ഉടമയുടെയും ജീവനക്കാരുടെയും കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പോലീസിന് നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന്റെ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ പക്കലുണ്ട്, അവരുടെ ഫോണിൽ ഉൾപ്പെടെയുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസ് എന്താണ് കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ആവശ്യം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 3 പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ്. ആദ്യം ഈ ദേവദാസ് എന്ന ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഇതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസമാണ് 2 ജീവനക്കാർ സുരേഷ്, റിയാസ് എന്നിവർ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്ത് ഇതിനുശേഷം പിന്നീട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും ഇന്നാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡിയിൽ 3 പ്രതികളെയും കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. പ്രധാനമായും എന്തിനാണ് ഈ അർദ്ധരാത്രിയിൽ ഈ യുവതിയുടെ വീട്ടിലേക്ക് ദേവദാസ് ജീവനക്കാരെയും കൂട്ടിപ്പോയത് എന്നതിനെക്കുറിച്ചാണ് പോലീസിന് വ്യക്തത ലഭിക്കേണ്ടത്. ദേവദാസിനോട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അയാൾ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉള്ള മൊഴി എന്ത് കാര്യത്തിന് പോയി എന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. മാസ്കിംഗ് ടേപ്പ് അടക്കം ഉള്ള സാമഗ്രികളുമായാണ് ആ വീട്ടിലേക്ക് പോയതെന്നാണ് യുവതി നേരത്തെ നൽകിയത്. കൈകാലുകൾ കെട്ടുന്നതിനും മുഖം മറയ്ക്കുന്നതിനുമൊക്കെയാണ് ഇത്തരം മാസ്കിംഗ് ടേപ്പുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടി അപായപ്പെടുത്താനുള്ള നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നടക്കമുള്ള സംശയം ഈ യുവതിയുടെ കുടുംബം നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുകയും നേരിട്ട് കാണുമ്പോൾ പോലും മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് പ്രതിയിൽ നിന്നുള്ള ഭീഷണി പ്രതിയുടെ ഭാര്യയെ അറിയിക്കും, ദേവദാസിന്റെ ഭാര്യയെ അറിയിക്കുമെന്ന് ഈ യുവതി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ഭീഷണി ഒഴിവാക്കുന്നതിനായി കുട്ടിയെ അപായപ്പെടുത്താനുള്ള നീക്കം തന്നെയാണോ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നത് അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളോട് പോലീസ് ചോദിച്ചറിയണം. 3 പേരെയും വെവ്വേറെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഒന്നിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളും വേണം. നേരത്തെ പ്രതി ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയും ഈ ഡ്രൈവർ ഈ ജീവനക്കാർ നൽകുന്ന മൊഴിയും തമ്മിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒപ്പം 3 പ്രതികളുമായി ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 1-ാം പ്രതി ദേവദാസ് കസ്റ്റഡിയിലായ ശേഷം അന്ന് തന്നെ പോലീസ് ഈ താമസ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ട് മറ്റു പ്രതികളെ കൂടി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ കോടതിയിലെ കസ്റ്റഡി അപേക്ഷ അനുസൃതമായിരിക്കും. കസ്റ്റഡി പോലീസിന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കിയ രീതി വിദേശത്തെ ഒരു നമ്പറിലേക്ക് അയച്ചിരുന്നുവെന്ന കണ്ടെത്തൽ ചിത്രങ്ങൾ സഹിതമാണ് അയച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് ആജ്ഞ രവീന്ദ്രൻ. വിവരങ്ങളുമായി ആജ്ഞ, അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പല കൗതുകങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾ ഒരു ബോംബ് ഉണ്ടാക്കി അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് എന്നതൊക്കെ. പക്ഷേ ഇതിപ്പോൾ അതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണല്ലോ.
തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഈ ഒരു ബോംബ് ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ വിദേശ നമ്പറിലേക്ക് ഉണ്ടാക്കിയ രീതി അയച്ചു കൊടുത്തിരുന്നു. ഇത് ഉണ്ടാക്കിയ ചിത്രങ്ങൾ അടക്കമാണ് ഈ വിദേശ നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നതാണ്. പക്ഷെ അതിന് അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ ബോംബ് അയച്ചിരിക്കുന്ന ഫോൺ നമ്പർ ആരുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. 8 പേരാണ് കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ നേരത്തെ കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട യഹോവ സാക്ഷികൾ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ അംഗങ്ങളെ കൊല്ലാൻ തയ്യാറാക്കിയ ബോംബിന്റെ ചിത്രങ്ങളാണ് ഈ പ്രതിയായ ഡൊമിനിക് മാർട്ടിൻ വിദേശ രാജ്യത്തെ നമ്പറിലേക്ക് അയച്ചു നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തം 3 നമ്പറിലേക്കാണ് ഈ വിദേശത്തേക്കുള്ള ഇതിൽ നമ്പറുകളിൽ 3 നമ്പറുകളിലേക്കാണ് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം അയച്ചിരിക്കുന്നത്. ഇതോടെ തന്നെ ഇന്റർപോളിന്റെ സഹായത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തിനാണ് മാർട്ടിൻ വിദേശ നമ്പറിലേക്ക് ഈ ബോംബ് ഉണ്ടാക്കിയ രീതി അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നത് ഈ കേസിൽ ഇനി നിർണായകമാകും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അന്ന് ഈ മാർട്ടിൻ്റെ വീഡിയോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കുട്ടികളൊന്നും ഇതൊന്നും കണ്ട് അനുകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോംബ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ വിശദീകരിച്ചിരുന്നത്. എന്തായാലും എന്തിനാണ് ഇയാൾ വിദേശത്തെ ഒരു നമ്പറിലേക്ക് ഈ ചിത്രങ്ങൾ സഹിതം ബോംബ് ഉണ്ടാക്കുന്ന രീതി അയച്ചു കൊടുത്തത് എന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വളരെ വളരെ നിർണായകമാകും. രാവിലെയിൽ നമ്മൾ ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളുമായി നമ്മൾ മടങ്ങിയെത്തും. അതുവരെ ഇത് കണ്ടോ.